ഹായ് ഗായ്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നീലുവിൻ്റെ വീഡിയോ എന്ന് തന്നെ പറയാം. അവളുടെ ഔട്ടിങ് വീഡിയോ ആണിത്. അതായത് കുറേ നാളായി അവൾ പുറത്തിറങ്ങാണ്ട് അങ്ങനെ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ മഴ പെയ്ത് നമ്മൾ തിരിച്ചു വരേണ്ടിരുന്നു. അപ്പോൾ അന്ന് പാളിപ്പോയ ഔട്ടിങ് അവൾക്ക് ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക. അതായത് ഞങ്ങൾ പോയ ദിവസം ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആഘോഷമാണ് അതായി കാണുന്നത്. അതിന് ഞങ്ങൾ നേരെ പോയത് ഒബ്രോണിലേക്ക്. ഇപ്പോൾ അവളെ ഫേവറേറ്റ് പ്ലേസാണ് ഒബ്രോൺ മോൾ. കാരണം അതിൻ്റെ 4th ഫ്ലോറിൽ സിം ആൻഡ് സാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡോർ ഗെയിം ഏരിയ വന്നിട്ടുണ്ട്. ഭയങ്കര സേഫാണ് കുട്ടികൾക്ക്. മീൻസ് ഈ ന്യൂ ബോൺ അല്ല, മീൻസ് ഒരു 2-3 തുടങ്ങുന്ന മക്കളില്ലേ, അവർക്ക് പക്ഷെ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ പാർക്കിലോ ബീച്ചിലോ അങ്ങനെയൊന്നും കൊണ്ടുവിടാൻ ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ അവർ വീഴും, അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സിം ആൻഡ് സാംസ്. കാരണം ഞങ്ങൾക്ക് അവളുടെ ഫേവറേറ്റ് പ്ലേസ് അതാണ്. നമ്മളങ്ങ് അഴിച്ചങ്ങ് വിടും. മറ്റേ പാർക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ റെസ്ട്രിക്ഷൻസ് വയ്ക്കും, അങ്ങും പോകലെന്നൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അത് നമ്മളെപ്പോഴും ഇവൾക്ക് ഡ്രസ്സ് എടുക്കാറ് ഒബ്രോൺ മോളിലെ ഈസി ബൈന്ന്. ഡ്രസ്സ് മീൻസ് വീട്ടിലിടുന്ന ഡ്രസ്സ്, ടീഷർട്ട്സും ഷോർട്ട്സൊക്കെ നമ്മൾ ഈസി ബൈന്ന് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പോയതില്ലെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്ത് നീലു ബേബി സന്തോഷത്തോടെ പോകുന്നത് സിം ആൻഡ് സാംസിലേക്ക്. അതുള്ള ഫേവറേറ്റ് പ്ലേസാണ്. അവിടെ പോയാൽ നേരെ ചെന്നതാ ഈ ബോൾ പിറ്റിലാണ് ചാടുക. എപ്പോഴും അങ്ങനെയാണ്. കൂടുതലും ഞാനാണ് ഇവളുടെ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക. ആരെങ്കിലും ഒരാൾ നോക്കണം എന്നുവെച്ചാൽ വേറെ മീൻസ് ഒന്നും പറ്റില്ല. ഇവിടെ ഫുൾ സോഫ്റ്റ് ഏരിയ ആണ്, അങ്ങനെ ഒന്നും പറ്റില്ല. ഭയങ്കര സേഫാണ്. പക്ഷെ എന്നാലും ഞാൻ കൂടി കയറും. പക്ഷേ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൂടെ പാരൻസ് ഒരാൾ മസ്റ്റാണ്. പക്ഷെ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് രോഹിതണ്ണൻ വന്നുകൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ രോഹിതണ്ണൻ വരാമെന്ന് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കയറി. ഞങ്ങൾ കയറിയതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അവിടെ ജമ്പ് ചെയ്യണ ഒരു പ്ലേസ് ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ് കാണാൻ. അപ്പം ഞങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമുണ്ടായിരുന്നു. അതുകൊണ്ട് രോഹിതണ്ണൻ ഞാൻ ഒരുപോലെ തന്നെ കയറി. എന്നിട്ട് ഇവളെ പിറകെ കുറേ സമയം നടന്ന് ഇവളെ ഒരു കാരണവശാൽ ആ ബോൾ പിറ്റിന്ന് വരില്ല. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്ത് അവളെയും ബോൾ പിറ്റി കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെ അവിടെ കുറേ ജമ്പ് ചെയ്ത് കളിച്ചു. കുറേന്ന് വെച്ചാൽ നല്ലോണം കളിച്ച് ഞങ്ങൾ അത് ക്ഷീണിച്ചാണ് പിന്നെ മതി പോവാമെന്നൊരിത് വെച്ചത് തന്നെ. പിന്നെ അത് കണ്ട പോലെ തന്നെ ഞാൻ വേവിച്ചെടുത്ത് നീലുവിനെ അവിടെ ആയിട്ട് കൊണ്ടുവന്ന്, അവൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവളെ എടുത്ത് അവിടെ കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം. പിന്നെ നീലു എപ്പോഴത്തേം പോലെ ബോളിൻ്റെ പറയുക. നീലുവിന് ആ ബോളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ്. എവിടെ പോയാലും ഒരു ഡോൾ എടുക്കാൻ പറഞ്ഞാൽ അവൾ ആദ്യം എടുക്കുക ബോളായിരിക്കും. പിന്നെ ഞങ്ങൾ വന്നത് ജമ്പ് ചെയ്ത് ലാസ്റ്റ് എന്താ പറയുക, ഞങ്ങൾ ചത്തുന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും നീലു ബേബിക്ക് ഫുൾ സ്റ്റാമിന എന്നൊക്കെ പറയാം. അത് തന്നെയായിരുന്നു ഭയങ്കര സ്റ്റാമിന. ഞങ്ങളെ തളർത്തിക്കളയുള്ള സ്റ്റാമിന അവൾക്ക്. പിന്നെ അവളും അവളുടെ അച്ഛനും കൂടെ ജമ്പ് ചെയ്തു. നമ്മൾ കുറേ കളിച്ച് ലാസ്റ്റ് ടയേർഡായി ഞങ്ങൾ മടുത്തിരിപ്പുമായി. ജമ്പ് പൊളിയാണ് ഗൈസ്. പെർഫെക്റ്റ് വർക്ക്ഔട്ട്, ഡേ ഔട്ട് ഫോർ ദി ഫാമിലി. പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് ബാസ്കറ്റ് ബോളും കാര്യങ്ങളും വെച്ച് പിന്നെയും ചത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മതിയായി. അങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഫുൾ വേർത്ത് ഭയങ്കര ക്ഷീണമായി. എന്നിട്ടാ ഉള്ള ഇരിപ്പാണ്. പക്ഷെ നീലു അപ്പോഴും ഫുൾ ഓണാണ്. നീലുവിൻ്റെ കളി കണ്ട് രോഹിതണ്ണനെ മതിയായി. എനിക്ക് എൻ്റെ അപ്പുറം. പിന്നെ നീലുവിനെ വലിച്ചഴച്ച് എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി. ഞങ്ങൾ താഴെ ഇറങ്ങി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കുക എന്നുള്ളതിൽ അവിടെ കണ്ട ഒരു ചെറിയൊരു സ്റ്റോറിൽ കയറിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഫാൻഡ, അങ്ങനെ എന്തൊക്കെയോ കുടിക്കാനും നീലിന് കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ വിട്ടു. എത്രയും പെട്ടെന്ന് അവിടെ ഇറങ്ങണം എന്ന് വെച്ചാൽ നീലും എപ്പോഴാണ് വൈലൻ്റ് ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് നീലിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് തന്നെ വിട്ടു. കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛനും അമ്മയും പറഞ്ഞാൽ വിട്ടു, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണ്ട, വീട്ടിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഔട്ടിംഗ് വിശേഷം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം.